ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അഭിനയിക്കുന്ന ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ തുടക്കം എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ പറയാൻ പോകുന്നു. ഈ ചിത്രം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ചിത്രം തന്നെയാണ്. വലിയൊരു മോശം പറയാനുള്ള ചിത്രമല്ല, നല്ലൊരു തുടക്കം തന്നെയാണ് എന്തായാലും വിസ്മയ മോഹൻലാലിനുള്ളത്. കാരണം ഒരു വലിയ സ്റ്റാറിൻ്റെ മകളായിട്ടും ആ ഒരു എന്താ പറയുക ക്യാരക്ടറിലൊന്നും അങ്ങനെ ഒരു ജാട ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനോട് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ട് ചെയ്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലൊരു ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ചിത്രത്തിൽ ഈ നായികയുടെ ഒരു കഥാപാത്രം ഒരു ചെറിയ ഡൗൺ ആയിട്ട് പോയി, അതായത് ഈ ക്യാരക്ടർ അങ്ങനെയാണ് ഡൗൺ ആയിട്ട് പോയിട്ടും, എന്നാൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവമൊക്കെ അടിപൊളി. നമുക്കറിയാം ലാലേട്ടൻ എന്ന വ്യക്തി ഒരു ഫൈറ്റ് കാര്യങ്ങളിലൊക്കെ നല്ല മികവുറ്റൊരു കലാകാരനാണ്. അപ്പോൾ ആ ഒരു ഒരു പാരമ്പര്യം ഈ ഒരു വിസ്മയ മോഹൻലാലിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ നമ്മുടെ ഈ സിനിമയുടെ അവസാന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒരു നല്ല തുടക്കം തുടങ്ങി അവസാനം അതൊരു നല്ല രീതിയിൽ എൻഡ് ചെയ്തു പോയി. പക്ഷേ ഇതൊരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത് ലാലേട്ടൻ്റെ ക്യാരക്ടർ വേണ്ടിയിരുന്നില്ല. അതായത് ലാലേട്ടൻ മോശമായതുകൊണ്ടല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ലാലേട്ടനെ കൊണ്ടുവരേണ്ട ഒരു സംഭവം ഇതിലുണ്ടായിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സംഭവം ഒരു മാർക്കറ്റ് വാല്യൂ തന്നെ ആവും. കാരണം ഒരു ലാലേട്ടൻ്റെ മകളാണെങ്കിൽ കൂടിയും നല്ല സിനിമയാണെങ്കിൽ മാത്രമല്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അല്ല ലാലേട്ടൻ്റെ മകൾ അഭിനയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരു സിനിമ ഹിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒക്കെ ഒരു മൈൻഡ് തന്നെ ആവും. കാരണം ഇതിൽ നമ്മുടെ ലാലേട്ടനെ കൊണ്ടുവരാം, ആ ഒരു ക്യാരക്ടർ ലാലേട്ടൻ കൊണ്ടുവരുന്ന ലാലേട്ടൻ ഉണ്ട് എന്നുള്ള ഒരു ഹൈപ്പ് വെച്ചിട്ട് സിനിമക്കൊരു ഒരു പ്രമോഷൻ എന്ന നിലയിലാവും ഈ ലാലേട്ടൻ്റെ ഈ ക്യാരക്ടറൊന്നും. ലാലേട്ടൻ്റെ ക്യാരക്ടർ ശരിക്കും അവിടെ ആവശ്യം വേറെ ആരായാലും വലിയൊരു കുഴപ്പമുണ്ടായില്ല. ലാലേട്ടൻ്റെ ആ ക്യാരക്ടറിന് അത്രത്തോളം ഒരു പ്രാധാന്യം തോന്നിയിട്ടില്ല. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ആശിഷ് ആൻ്റണി, അതായത് ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ആൻ്റണി അടിപൊളിയായിട്ട് ചെയ്തു. കാരണം ഇതിലൊരു മികവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ഒരുപാട് സിനിമകൾ നിർമ്മിച്ച വ്യക്തിയാണ്. അതായത് ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ച വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് ഈ തൻ്റെ മകനെ ഒരു നായകനായിട്ട് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഏത് ഡയറക്ടറോട് പറഞ്ഞാലും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എല്ലാ ഡയറക്ടേഴ്സും ഒരുക്കമാവും. പക്ഷേ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു നായകൻ എന്നൊരു പവർ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ എത്ര പണം കൊണ്ട് എന്തായാലും അത് നേടാൻ പറ്റില്ലല്ലോ, അത് ജനങ്ങളുടെ മനസ്സിലും കൂടി അടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡിൽ പുള്ളി കണ്ടെത്തിയ ഒരു സംഭവം കൂടിയാവും ഈ മകനെ ഒരു പക്കാ നെഗറ്റീവ് വില്ലനായി കാണിച്ചിട്ട് ഒരു ക്യാരക്ടറിൻ്റെ ഒരു പവർ കാണിച്ചു കൊടുത്ത് ഇനി വരുന്ന സിനിമകളിൽ ഇദ്ദേഹത്തിൻ്റെ ഫേസ് ഒരുപാട് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ആദ്യം തന്നെ നായകനാക്കി കൊണ്ടുവരുമ്പോൾ ഒരു നായകന് വേണ്ട ഒരു ഹൈറ്റോ വെയിറ്റോ ഭംഗിയൊന്നും, അതായത് നായകനൊരു ഭംഗിയുണ്ടെങ്കിൽ കൂടി മാത്രം നായകനാവുന്നല്ല, പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഒരു നായകനാവാൻ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ മകന് ഇപ്പോൾ ഒരു സാധ്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ വില്ലനായിട്ട് മനസ്സുകളിൽ പെട്ടെന്ന് ഇടം പിടിച്ചാൽ വീണ്ടും നല്ല നല്ല ക്യാരക്ടർ വരുമ്പോൾ അതിൽ നായകനായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ് ആൻ്റണി പെരുമ്പാവൂർ തൻ്റെ മകനെ ഇതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും 2018 ശേഷം ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ നല്ലൊരു ചിത്രം തന്നെ. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ചെറിയ കല്ലുകടി ഈ ചിത്രത്തിലുടനീളം തോന്നുന്നു ആ ഒരു ലാലേട്ടൻ്റെ ക്യാരക്ടർ വന്നതിന് ശേഷം. പിന്നെ എടുത്ത് പറഞ്ഞതിൻ്റെ BGM അടോറ് BGM. കാരണം ജക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഫാമിലി ഡ്രാമയിൽ നിന്നും ലാസ്റ്റിലോട്ട് വരുമ്പോഴുള്ള ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് നല്ല അടിപൊളി വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് ആക്ഷനും ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്നത്, നല്ല അടിപൊളി ആക്ഷനാണ്. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രം തന്നെയാണ് തുടക്കം. എന്തായാലും കാണാത്തവരൊക്കെ ഒന്ന് കാണാം.